Hello. Basic morning to all. മാജിക് മോർണിംഗ് Okay. ഇവിടെ എല്ലാരും ഒന്ന് ചെയ്തു തരാമോ? നമുക്ക് ഇന്നത്തെ ഡേ നമുക്ക് ഡിസ്കഷൻ ഡേ ആണ്. അപ്പോ ഇന്ദു മാം, ഷീജ മാം എല്ലാവരും ഒന്ന് വീഡിയോ ചെയ്തു തരാമോ? മാജിക് മോർണിംഗ്. ഓക്കെ. ഓക്കെ, സുജിത് സർ, ഗുഡ് മോർണിംഗ്. രഞ്ജിത്ത് സർ. ഓക്കെ. ഓക്കെ മാം. വീഡിയോ ഓൺ ആക്കാൻ പറ്റണില്ല മോളെ, റേഞ്ച് നല്ല കുറവാണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഓഫ് ചെയ്തിട്ട് സംസാരിച്ചോളൂ. ഓക്കെ. അങ്ങനെ നമുക്ക് ഡിസ്കഷൻ ഡേയിൽ നമുക്ക് റസാഖ് സർ മനസാന്നിധ്യം എന്നുള്ള ടോപ്പിക് തന്നെയല്ലേ നമ്മൾ കൺഫേം ചെയ്തിട്ടുള്ളത്? ഓക്കെ. അപ്പൊ അങ്ങനെ കുറച്ച് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ. അപ്പൊ ആരാണ് അതിനെ കുറിച്ചൊരു ഫസ്റ്റ് ഒരു സെഷൻ എടുക്കാൻ പോകുന്നേ? മനസാന്നിധ്യം എന്താണ് സംഭവം പറഞ്ഞാൽ എന്താണ്? ഒരു കാര്യം, നമുക്ക് ഡിസ്കഷൻ ഡേ ആകുമ്പോൾ എല്ലാവരും ഒന്ന് അൺമ്യൂട്ട്, വീഡിയോ ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുക കേട്ടോ. മാക്സിമം കൊളാബ് ചെയ്തിട്ട് എല്ലാവരും ഒരു സംസാരിക്കാൻ ട്രൈ ചെയ്യണേ. വരും എല്ലാരും വരും. ഓക്കെ. എല്ലാരും ക്യാമറ ഓൺ ആക്കും, എല്ലാരും സംസാരിക്കും. ഇന്ന് നമ്മുടെ ദിവസമാണ്. അപ്പോ മനസാന്നിധ്യം പറഞ്ഞാൽ അതിന്റെ ഇംഗ്ലീഷ് എന്താ? മൈൻഡ്ഫുൾനെസ് അല്ലേ? സെൻസ് ഓഫ് മൈൻഡ് അല്ലേ? അപ്പൊ എന്നാ അതിനെ കുറിച്ച് സംസാരിച്ചോളൂ. ആരാണ് സംസാരിക്കാം? നമ്മൾ എന്ത് ചെയ്യുമ്പോൾ, മെഡിറ്റേഷൻ ചെയ്യണമെങ്കിൽ, ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യണമെങ്കിൽ, ഭക്ഷണം കഴിക്കണമെങ്കിലൊക്കെ മനസ്സിന്റെ സാന്നിധ്യം അവിടെ വേണം. ശരീരം ഒരു ഭാഗത്തും മനസ്സ് മറ്റൊരു ഭാഗത്തും ആയാൽ അത് കണ്ടീഷൻ ആവില്ല. അപ്പൊ മനസാന്നിധ്യത്തിന് പ്രധാനമായ കുറെ ഘടകങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് പറയാമോ ആർക്കെങ്കിലും? രഞ്ജിത് സാർ പറയും. രഞ്ജിത് സാർ പറഞ്ഞോളൂ. നിങ്ങൾക്ക് പറയാൻ കഴിയുന്നത് പറയാം, ധൈര്യമായിട്ട് പറഞ്ഞോളൂ, ഒരു പേടിയും പേടിക്കണ്ട. ഇവിടെയാണ് പറയാനുള്ള അവസരം. മനസാന്നിധ്യത്തെ കുറിച്ച് എനിക്ക് ആധികാരികമായിട്ട് പറയാനായിട്ട്, മനസാന്നിധ്യത്തിന്റെ കുറവ് കൊണ്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ മുൻപന്തിയിലുള്ള ഒരാളായിരിക്കും. വണ്ടി ഓടിക്കുന്ന സമയത്ത് റൂട്ട് മിസ്സാകുക, സാധനങ്ങളൊക്കെ വച്ചിട്ട് എവിടെയാണ് വച്ചതെന്നുള്ള ഓർമ്മിക്കാണ്ടിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ മനസാന്നിധ്യം ഇല്ലാണ്ട് ഞാൻ അനുഭവിക്കാറുണ്ട്. കേൾക്കുന്നുണ്ട്. എന്താണ് ശരിയാക്കാനുള്ള മാർഗം? അല്ല, അതിന് വേണ്ടിയിട്ട് കൂടെയാണ് ഞാൻ ഇതില് ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതും മറ്റുമൊക്കെ. എന്നാലും നിങ്ങൾക്കൊരു ഒരു മെഡിറ്റേഷൻ ഒരു പക്ഷേ ഉണ്ടല്ലോ, ഹെൽപ്പ് ചെയ്യും എങ്ങനെ തോന്നുന്നു. ഇത് മെഡിറ്റേഷൻ ചെയ്യുന്നത് വഴി ഷാർപ്പൻ ചെയ്യാൻ പറ്റും തോന്നുന്നു. മെഡിറ്റേഷൻ വഴി നമുക്ക് റെഡി ആക്കാം, നോ പ്രോബ്ലം. ആയിക്കോട്ടെ. വേറെ ആർക്കെങ്കിലും ഒരു അഭിപ്രായം കൂടി പറയണ്ട? ആർക്കെങ്കിലും ഒരാൾക്ക് മെഡിറ്റേഷൻ എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. വേറെ ആർക്കെങ്കിലും? എന്താണ് സുജിത് സാറ് പറഞ്ഞോളൂ, എന്തായിരിക്കും? എന്നോടാണോ സാറേ? അതെ. ഓക്കെ. അല്ല, ഞാൻ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു പവർ ഓഫ് നൗ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ആ ഒരു പ്രസന്റ് മൊമെന്റിൽ ജീവിക്കുക എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനെ പറ്റിയിട്ട് ഞാൻ അതാണ് ഓർത്തത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വലിയ തരത്തിൽ ക്ലാസ് എടുക്കുമെങ്കിലും ചില സമയങ്ങൾ നമുക്ക് വിട്ടുപോകുന്ന ഒരു കാര്യമാണ് പ്രസന്റ് മൊമെന്റിൽ ജീവിക്കുക എന്നുള്ളത്. നമ്മളിപ്പോ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മളെ സെൽഫായിട്ടൊന്ന് ഇടയ്ക്കൊന്ന് റീകാൾ ചെയ്യാം. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് എല്ലാ സമയത്തും നമ്മളൊരു ഒരു ലൈഫിന്റെ ഭാഗമാക്കി മാറ്റുക എന്നുള്ളതാണ് ഒരു വഴി. അതായത് ഇപ്പൊ നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, അതിലേക്കാണ്. അപ്പൊ വേറെ ഒന്നും ചിന്ത പോകുന്നുണ്ട്, നമ്മൾ ചിന്ത പോകുന്നുണ്ട് എന്ന് നമ്മൾ അവെയർ ആയാൽ മാത്രം മതി. ആ ഒരു അവയർനെസ് എപ്പോഴും കൊണ്ടുവന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ഇതിന്റെ ഭാഗമായി മാറും. ഇപ്പൊ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന, നേരത്തെ സാർ പറഞ്ഞ പോലെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു അവബോധം വരിക. വേറെ ഒന്നും ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചിന്ത പോയില്ലേ, ഓക്കെ, അപ്പൊ വീണ്ടും വന്നോളും, ഓട്ടോമാറ്റിക്കലി വന്നോളും.
പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ആ ഭക്ഷണം കഴിക്കുകയാണെന്ന് നമ്മൾ ചിന്തിച്ചിട്ട് ചെയ്യുക. ഏതാണെങ്കിലും ഇപ്പൊ നമ്മൾ എന്തെങ്കിലും എഴുതുകയാണെങ്കിൽ ആ എഴുതുകയാണെന്നുള്ളതിൽ അങ്ങനെ നമ്മൾ സെൽഫ് അവെയർ ആ ഒരു പ്രസന്റ് മൊമെന്റിലേക്ക് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുവരിക. അല്ലെങ്കിൽ നമ്മളിപ്പോ എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത് ഒന്ന് അവെയർ ആയി കഴിഞ്ഞാൽ എന്നാണ് എന്റെ അഭിപ്രായം. തെറ്റുണ്ടെങ്കിൽ തിരുത്താം. സാർ താങ്ക് യു സാർ, താങ്ക് യു. ദീപ, അഖില, ഷൈനി എല്ലാരും ഒന്ന് ക്യാമറ ഓൺ ആക്കാൻ പറ്റുകയാണെങ്കിൽ പരമാവധി. ഷീജ മാം, നൗഫൽ എന്ത് പറ്റി? ക്യാമറ ദിവസം ഓൺ ആക്കുന്ന ആളാണല്ലോ. ഇൻസുൻ സാർ വന്നോളൂ, എല്ലാവരും വന്നോളൂ. മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ. ഗീനമ്മ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒന്ന് ക്യാമറ ഓൺ ആക്കിയാൽ. എന്തായാലും എന്റെ ഒരു അഭിപ്രായം, ഞാൻ പഠിച്ചതാണ്, ചിലപ്പോൾ തെറ്റുണ്ടാകും. എല്ലാ പഠനവും ശരിയായിക്കൊള്ളുന്നില്ല. എല്ലാവരും പഠനത്തിൽ തേഞ്ഞ ആളുകളും അല്ല, പൂർണ്ണതയുള്ള ഒരാളും ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മൾ ഇപ്പോഴും പഠിക്കാൻ റെഡിയാണ്, ആരെങ്കിലും പറഞ്ഞു തന്നാൽ. ഞാൻ പറഞ്ഞ ഒരു തിയറി അനുസരിച്ച്, പഠിച്ച തിയറി അനുസരിച്ച് 4 ഘടകം നിർബന്ധമാണ്. മനസ്സാന്നിധ്യം അഥവാ ആ ഒരു മൂവ്മെന്റ് നമ്മൾ കൈകാര്യം ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് മെഡിറ്റേഷൻ ആണെങ്കിലും ശരി, ഇനി എന്താണെങ്കിലും ശരി, ഇപ്പൊ ഞങ്ങളൊക്കെ ട്രീറ്റ്മെന്റ് ആണെങ്കിലും ശരി, പൾസ് നോക്കലാണെങ്കിലും ശരി, ഡ്രൈവിംഗ് ആണെങ്കിലും ശരി, മനസ്സിന്റെ സാന്നിധ്യം ശരീരത്തോട് കൂടെ വേണമെങ്കിൽ ഈ നമ്മൾ പറയുമല്ലോ ബോഡി ആൻഡ് സോള് മൈൻഡ് അല്ലെ, ഈ 3 ഘടകമാണ് ശരീരത്തിൽ ആവശ്യം. അതുപോലെ തന്നെ നിർബന്ധമായ ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് മാതാപിതാ ഗുരു ദൈവം. നമ്മളെപ്പോഴും പറയാറുള്ളൊരു വാക്കാണ് അല്ലെ, മാതാവ്, പിതാവ്, ഗുരു, ദൈവം. നമുക്ക് നമ്മുടെ മാതാവും പിതാവും നമ്മുടെ സാഹചര്യത്തിലല്ല ജീവിക്കുന്നത്. അവരുടെ ലോകം വേറെയാണ്, നമ്മുടെ ലോകം വേറെയാണ്, നമ്മുടെ മക്കളുടെ ലോകം വേറെയാണ്. അപ്പൊ പരസ്പരം എന്തുണ്ടാവും? അവർ പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെടില്ല, നമ്മൾ പറയുന്നതും നമ്മുടെ മക്കൾക്കും ഇഷ്ടപ്പെടില്ല. അവർ വേറെ ലോകത്തായിരിക്കും. അപ്പൊ എന്തായാലും സഹകരിക്കുക, അവരോട് നല്ല രീതിയിൽ പെരുമാറുക എന്നുള്ളതാണ് ഒരു തത്വം മാതാപിതാവിനോട്. മറ്റൊന്നാണ് ജീവിതത്തിൽ ഒരു ഗുരുവിനെ വേണം. ആരോ ഇന്നലെ മിനിയാന്നൊക്കെ പറഞ്ഞു, ഇന്നലെ ഞാനൊരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിരുന്നു, നമ്മുടെ ഹിപ്നോട്ടിസത്തിന്റെ ഒരു ക്ലാസ്സിൽ. അപ്പൊ അതിലൊരു ആള് വന്നിട്ട് ഞാൻ യൂട്യൂബിൽ നിന്ന് കേട്ടുകാണ്ട് പഠിച്ചതാണ് പറഞ്ഞു. യൂട്യൂബിൽ നിന്ന് കേട്ട് പഠിച്ചാൽ ഗുരു ആവില്ല. അപ്പൊ ഒരു ഗുരു, അതിന് ശേഷാറാണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, ഒരു ഗുരു നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമുണ്ട്. മറ്റൊരു വിശ്വാസം, ഈ പ്രപഞ്ചം എനിക്ക് നൽകും എന്ന വിശ്വാസം. ഈ 4 ഘടകങ്ങൾ ഉണ്ടായാൽ നമ്മുടെ അടുത്ത് ആ ഒരു നിബന്ധന പാലിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സാന്നിധ്യം ഉണ്ടാകും. എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും അതിലൊരു ശ്രദ്ധ ഉണ്ടാകും എന്നുള്ളതാണ് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ കേട്ടറിവാണ്, ഞാൻ അറിഞ്ഞ, എന്റെ ഗുരുനാഥന്മാർ പഠിപ്പിച്ചതാണ്. തെറ്റാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് അതിനെ പറ്റി അഭിപ്രായം പറയാം. എങ്ങനെയുണ്ട് നൗഫൽ സാറേ, ശരിയാണോ? ശരിയാണ്, പൂർണ്ണമായിട്ടും ശരിയാണെന്നാണ് എന്റെ അറിവ് വെച്ചിട്ട് എന്റെ അഭിപ്രായം. കാരണം സാറ് ആദ്യം പറഞ്ഞ പോലെ ഒരു ദൈവമുണ്ട്, നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അതേപോലെ ഒരു മാതാവുണ്ട്, നമുക്കൊരു പിതാവുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് നിലനിൽക്കുന്നത്. അതേപോലെ ഒരു മെന്റർ ലൈഫിൽ എന്തായാലും വേണം. അതാണ് ക്ലാരിറ്റി മെന്റർ എന്ന് നമ്മൾ എപ്പോൾ സാറുണ്ട്. അപ്പൊ അതേപോലെ മെന്റർ നമുക്ക് എന്തായാലും നിർബന്ധമാണ് ഒരു കാര്യത്തിന്. അപ്പൊ അല്ലെങ്കിൽ ഒരു ഗുരുനാഥൻ, ആ ഗുരുനാഥനും കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മൈൻഡ്ഫുൾനെസ്സിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അതുപോലെ തന്നെ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ചില ആളുകൾ പറയാറുണ്ട്, നമ്മൾ മെഡിറ്റേഷൻ പോകുന്നതിന് മുമ്പ് ഒരു ബ്രീത്തിങ് ചലഞ്ച് എടുക്കും അല്ലെ, ഒരു ദീർഘശ്വാസം എടുക്കുക, പുറത്തേക്ക് വിടുക, ഒരു ചെറിയ ശ്വാസം എടുക്കുക, പുറത്തേക്ക് വിടുക. അങ്ങനെ ആ ബ്രീത്തിങ് ചലഞ്ച് എന്ന് പറഞ്ഞാൽ ശ്രദ്ധയെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു ടെക്നിക്ക്. അതിനുശേഷം ശരിക്കും ശ്വാസം നമ്മൾ വിടുന്നുണ്ടോ ഇല്ലേന്ന് നമുക്ക് പോലും അറിയാത്ത രീതിയിൽ ഇരുന്നാല്, അതായത് നമ്മുടെ ശരീരം അനങ്ങാതെ മനസ്സിന്റെ എല്ലാ ചിന്തകളെയും മാറ്റിവെച്ച് ശ്വാസം എടുക്കുന്നുണ്ടോ എന്ന് പോലും സംശയമുള്ള രീതിയിൽ ഇങ്ങനെ ഇരുന്നാല് ആ ഒരു മൈൻഡ്ഫുൾനെസ്സിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. നിങ്ങൾ അങ്ങനെ ചെയ്തവരുണ്ടെങ്കിൽ പറയാം, ആർക്കെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ. പറഞ്ഞു മനസ്സിലായ? ശരീരം
മനസ്സിന്റെ എല്ലാ ചിന്തകളും ഒഴിവാക്കുക. നമ്മൾ ശ്വസിക്കുന്നുണ്ടോ എന്ന് സംശയമുള്ള രീതിയിൽ തന്നെ ശ്വസിക്കുക. ശ്വാസം വലിക്കുന്നുണ്ടോ എന്ന് നമുക്ക് തന്നെ സംശയമുള്ള രീതിയിൽ ചെറിയ ശ്വാസം എടുത്തുകൊണ്ട് ഈ പ്രാപഞ്ചികമായ ഊർജത്തിലേക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായും ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ പഠിച്ച ഒരു രീതി. പ്രൊഫസർ എങ്ങനെയുണ്ട്? എങ്ങനെ പറയാം അതിനെ കുറിച്ച്? നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാർ, അതൊന്ന് നിങ്ങളോട് സംശയം ചോദിക്കണമല്ലേ. അല്ല, ഇതില് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്തു വരുന്ന കുറെ ആളുകളുണ്ട് തുടക്കത്തിൽ. ശരിക്കും അവരാണ് പറയേണ്ടത്. സംഭവം മറ്റുള്ളവർക്ക് അറിയാൻ വേണ്ടിട്ട് നമ്മൾ പറയണം. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ ഓഫ് ചെയ്തിട്ട് സാറ് പറഞ്ഞുകൊണ്ട് ഓൺ ചെയ്ത്. കാരണം നമ്മൾ തന്നെയല്ലേ സംസാരിക്കുക. പുതിയ ആളുകൾ ഇതിൽ ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. പക്ഷെ നമ്മളെ പിന്നെ സംസാരത്തിലൂടെ അവർക്ക് കുറെ മനസ്സിലാവും. എന്നാലും ഈ മെഡിറ്റേഷൻ ചെയ്തിട്ട് ഒരു ലെവലിലേക്ക് എത്താത്ത പല ആളുകളുണ്ടാവും. ഉറങ്ങിപ്പോകുന്ന ആളുകളുണ്ടാവും. പല ചിന്തകൾ വരുന്ന ആളുകളുണ്ടാവും. അവരൊക്കെ സത്യം പറഞ്ഞ രീതിയിൽ അതൊക്കെ ചോദിക്കണം. കാരണം ഇന്ന് റസാഖ് സാറ് ഒക്കെ കറക്റ്റ് മെഡിറ്റേഷൻ, നമ്മൾ അബണ്ടൻസ് അതേപോലെ ഹെൽത്ത് 3-4 മെഡിറ്റേഷൻ ചെയ്യുന്നുള്ളൂ. പക്ഷെ റസാഖ് സാറിനൊക്കെ എത്രമാത്രം മെഡിറ്റേഷൻ അറിയാന്നുള്ളത് നമുക്ക് റസാഖ് സാറിനെ അടുത്തറിയുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോ എനിക്ക് ഒന്നുകൂടെ പറയാനുള്ളത്, റസാഖ് സാർ ചോദിച്ച മറുപടി അല്ല ഞാൻ പറയുന്നത്, അതിലേക്ക് വരാം. പക്ഷെ ഇതിലുള്ള ആൾക്കാർ ഏതായാലും ഈ സമയത്ത് ഉറക്കമൊക്കെ ഒഴിവാക്കി മറ്റു കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ഇതിൽ വന്നിരിക്കുകയാണ്. അപ്പൊ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പൊതുവെ നമുക്ക് ഫീഡ്ബാക്കിന് ടൈമാണ് ഉണ്ടാവാറ്, വളരെ കുറഞ്ഞ ടൈമാണ് ഉണ്ടാവാറ്. ഇന്ന് അത്യാവശ്യം സമയമുണ്ട്. സംശയങ്ങളൊക്കെ ചോദിക്കുക, ഒരു മടിയും വേണ്ട. അല്ല, കാരണം ഈ മെമ്പർമാരൊക്കെ ഇതിൽ നമ്മൾ അറിയുന്ന സുഹൃത്തുക്കളാണ്. അപ്പോ എല്ലാവരും ഒന്ന് മുന്നോട്ട് വന്ന് ചോദ്യങ്ങൾ ചോദിക്കുക, അല്ലെങ്കിൽ ഇതിനൊക്കെ എന്തെങ്കിലും ഒരു പിന്നെ സംശയങ്ങൾ ഒക്കെ ചോദിക്കാവുന്നതാണ്. റസാഖ് സാർ ഓക്കെ, പറഞ്ഞത് ശരിയാണ്. താങ്ക് യു അതേപോലെ മാഡം. സുയിസാർ പറഞ്ഞ മറ്റൊരു കാര്യം, ആ ബുക്ക് പറഞ്ഞല്ലോ, ദ പവർ ഓഫ് നൗ. അതിലൊക്കെ ഉള്ളത് നമ്മൾ ചിന്തിക്കുന്നത് ആ സമയത്ത് എന്താണെന്നുള്ളത് ചിന്തിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചൊരു ബുക്ക് ഉണ്ട്, റോബിൻ ശർമ്മ എഴുതിയൊരു ബുക്കാണ്, നിങ്ങൾ മരിക്കുമ്പോൾ ആര് കരയുന്നു. അതിൽ പറയുന്ന ഒരു ഒരു പിന്നെ അധ്യായത്തിൽ പറയുന്ന എന്തായാലും നമ്മൾ ചിന്തിക്കാൻ ഒരു സമയം കണ്ടെത്തുകയാണ്. സങ്കടപ്പെടാനൊക്കെ ഉള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ കൂടുതലും ചിന്തിക്കുക. അതിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഞാൻ പ്രാക്ടീസ് ചെയ്തു, 2-3 ദിവസം പ്രാക്ടീസ് ചെയ്തു. ചിന്തകൾ വരുമ്പോൾ ഞാൻ എന്താക്കി, അതിനൊരു ടൈം കണ്ടെത്തി. ഭക്ഷണം കഴിച്ചതിന്റെ 2 മണിയൊക്കെ ആകുന്ന സമയത്ത് ചിന്തിക്കാൻ. അപ്പൊ ഞാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ ബോധപൂർവ്വം ആ സമയം എടുക്കും. അല്ലാത്ത സമയത്ത് ചിന്ത വരുമ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കും, ചിന്തിക്കാനുള്ള സമയം ആയില്ലല്ലോ, 2 മണി ആവട്ടെ. പക്ഷെ ഒരു മനുഷ്യന് 60,000-ഓളം ചിന്തകൾ ഒരു ദിവസം കടന്നു വരുന്ന, പക്ഷെ അതിനെ ഒബ്സർവ് ചെയ്യുക, അടുത്തത് വരട്ടെ, അത് പോട്ടെ. മറ്റേ നമ്മളെ വരുന്ന ചിന്തകളെ മാത്രം ആലോചിച്ചിരുന്നാൽ നമ്മൾ എന്ത് ജോലിയാണോ ചെയ്തിരിക്കുന്നത് ആ ജോലിയിൽ കറക്റ്റ് ആയിട്ട് കോൺസെൻട്രേഷൻ ചെയ്യാൻ നമുക്ക് പറ്റൂല, അത് തെറ്റിപ്പോകും. അതെല്ലാവർക്കും ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങളാണ്. നമ്മൾ ചിന്തയോടെയാണ് ചെയ്യുന്നതെങ്കിൽ ആ ജോലി എന്തായാലും പിന്നെ പാളിപ്പോവാൻ സാധ്യത ഉണ്ടാവും. ചിന്തിക്കുന്നത് ഒബ്സർവ് ചെയ്യുക. ചിന്തിക്കാതിരിക്കാൻ ഒരു മനുഷ്യന് എങ്ങനെയായാലും കഴിയൂല. പൊതുവെ അതായത് ഒരു ജ്ഞാനികൾക്ക് സാധിക്കും, സന്യാസിമാർക്ക് സാധിക്കും, ഒരു ജോലി ഇല്ലാത്ത ആളുകൾക്കൊക്കെ ചിലപ്പോൾ സാധിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ ഒരുപാട് ആളുകളുമായിട്ട് ഇടപഴകുന്ന, ഒരുപാട് ജോലിയുടെ സമ്മർദ്ദങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇന്നലത്തെ കാര്യങ്ങൾ നമ്മൾ പൊതുവെ ചിന്തിച്ചു പോകും. പിന്നെ ചിന്തകൾ രാവിലെയൊക്കെ കുറക്കാനൊക്കെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പൊ അഫർമേഷൻ നമ്മൾ പറയുന്നത് അഫർമേഷന്റെ ഓഡിയോസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ യൂട്യൂബിലൊക്കെ കിടക്കുന്നതിന് അരമണിക്കൂറൊക്കെ ഇങ്ങനെ കേട്ട് ഒരു 15 മിനിറ്റ് ഒക്കെ അത് ഓൺ ചെയ്തിട്ടൊക്കെ കിടന്നാൽ നമുക്ക് ഒരു രാവിലെയൊക്കെ ചിന്തകൾ കുറെ കുറഞ്ഞിട്ട്, അനാവശ്യ ചിന്തകളാണ് ഉദ്ദേശിച്ചത്. പിന്നെ ഇതൊക്കെ കൺസിസ്റ്റൻസി ആയി ചെയ്യാന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. ഈ ഓഡിയൻസ് അബണ്ടൻസിന്റെ ഒക്കെ അഫർമേഷന്റെ ഓഡിയോസ് ഒക്കെ കേട്ട് കിടന്നാൽ അതിൻ്റെതായിട്ടുള്ള പോസിറ്റീവ് നമുക്ക് കിട്ടും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ ബുക്കുകളൊക്കെ ഒരുപാട് വായിക്കുക. പിന്നെ മെഡിറ്റേഷന്റെ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഈ സാറ് പറഞ്ഞ ബ്രീത്തിങ് എടുക്കുക. അത് മെഡിറ്റേഷനിൽ മാത്രമല്ല, ബ്രീത്തിങ് ശരിക്കും പ്രാണായാമനെ കുറിച്ചൊക്കെ സാറിന് അറിയാമോ? ശരിക്കും നമ്മളെ ബ്രീത്തിങ് ഒന്നും കറക്റ്റ് അല്ല. നമ്മൾ ശരിക്ക് ബ്രീത്തിങ് എടുക്കുന്നില്ല. ശ്വാസോച്ഛ്വാസം എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തിനും കൂടി വേണ്ട നല്ലൊരു കാര്യമാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ ഒക്കെ ശരിക്കും ബ്രീത്തിങ് എടുക്കണം. അപ്പൊ ഒരു പൂർണ്ണതയിലുള്ള ബ്രീത്തിങ് അല്ല ശരിക്കും നമ്മൾ കറക്റ്റ് ഒരു ജോലി ഇല്ലാത്ത സമയത്തോ വെറുതെ ഇരിക്കുന്ന സമയത്തോ ഒക്കെ നന്നായിട്ട് ബ്രീത്തിങ് എടുത്തു വിട്ടുക. അതേപോലെ രാവിലെ നമ്മൾ മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രാണായാമം ഒക്കെ എടുക്കുന്നത് അറിയാം പല ആളുകൾക്കും. ഒരു വിരൽ ഇങ്ങനെ ഇതൊക്കെ റിസർച്ചർ പിന്നീട് പറയുന്നതായിരിക്കും, പറയാൻ കാരണം കൂടുതൽ അറിവുള്ള ആളുകളാണ്. അതിപ്പോ പ്രാണായാമം ഒക്കെ കറക്റ്റ് ചെയ്യുക, നല്ല ബ്രീത്തിങ് എക്സസൈസ് എടുക്കുക.
അതൊക്കെ എടുത്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മെഡിറ്റേഷൻ സമയത്തൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മളെ ബ്രീത്തിങ് നമുക്ക് നിരീക്ഷിക്കാൻ പറ്റും. താങ്ക് യു. ഓക്കെ. കൂടുതൽ ആളുകൾ മുന്നോട്ട് വരിക. മനസ്സിലായി ദീപ എല്ലാവരും ദീപ ഉണ്ടല്ലോ അല്ലേ? പറയോ ദീപ താങ്ക് യു. അല്ല ആ, ദീപ പറഞ്ഞോ. ഒരു മിനിറ്റ്, സുമയ്യ മാം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഹാൻഡ് ഡൗണും ആളെ ചെയ്ത്. പറഞ്ഞോളൂ. ആ ഹലോ, അപ്പോ ഗുഡ് മോർണിംഗ് എവറിബഡി. എനിക്ക് പറയാനുള്ളത്, ഇന്നത്തെ കാലത്ത് നമ്മൾ മൈൻഡ്ഫുൾനെസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ നമ്മളെ അടുത്തുനിന്ന് എടുത്ത് മാറ്റേണ്ടതായിട്ടുള്ള ഒരു സാധനം എന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ ഫോണാണ്. അതിപ്പം നമ്മൾ ഒരു ദിവസം ഈവനിങ്ങിൽ നമ്മളിപ്പോൾ ഒരു നെയ്ബർഹുഡിൽ നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരോട് സംസാരിക്കാൻ പോകുന്ന സമയത്ത് നമ്മുടെ മൊബൈൽ ഫോൺ വീട്ടിൽ വെച്ചിട്ട് പോവാം. ഒരു 1 അവർ ആണെങ്കിൽ 1 അവർ നമ്മളത് വീട്ടിൽ വെച്ചിട്ട് അവരടുത്ത് സംസാരിക്കാൻ പോകും. അതിൻ്റെ ഇടയിൽ ആരും വിളിച്ചാലും കുഴപ്പമില്ല. ആ ഒരു രീതിയിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആളുകൾക്ക് മനസ്സിലാവും ആ ഒരു 1 അവർ അവരെ വിളിച്ചാൽ കിട്ടൂല. കാരണം അവർ മൈൻഡ്ഫുള്ളായിട്ട് എന്തോ ഒരു ആക്ടിവിറ്റിയിൽ എൻഗേജ് ചെയ്യുന്ന സമയമാണ്. അപ്പം എൻ്റെ ഒരു ആൻറ്റി പറഞ്ഞതാണത്. ഞാൻ മനഃപൂർവ്വം ഫോൺ എടുക്കാതെ പോകും. കാരണം ഫോൺ കയ്യിലുണ്ടായി കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ്സ് കൂടുമ്പോൾ അതെടുത്തൊന്ന് ചെക്ക് ചെയ്യുന്ന ഒരു ശീലം എനിക്കുണ്ട്. അപ്പോൾ ഫോൺ കയ്യിലില്ലെങ്കിൽ പിന്നെ അത് ചെക്ക് ചെയ്യൂലല്ലോ. അപ്പോൾ അത് വീട്ടിൽ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് അവരോട് സംസാരിക്കുമ്പോൾ കുറച്ചും കൂടി മനസ്സാന്നിധ്യം ഉണ്ടാവും. കുറച്ചും കൂടി എനിക്ക് കേൾക്കാൻ പറ്റും അവരെന്താണ് സംസാരിക്കുന്നത്. അപ്പം അത് ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതലായിട്ട് നമ്മളത് ചെയ്യേണ്ട ഒരു സംഗതി അത് തന്നെയാണ്, ഫോൺ മാറ്റി വെക്കുക എന്നുള്ളത്. അപ്പം കൂടുതലായിട്ട് നമുക്ക് ഒരു ആത്മാർത്ഥമായിട്ട് മറ്റുള്ളവരെ കേട്ട് കൊടുക്കാൻ പറ്റും. അവരെന്താണ് പറയുന്നത്, അവരെ കണ്ണുകളിൽ നോക്കി നമുക്ക് അവരെന്താണ് ഫീൽ ചെയ്യുന്നത്, അതാണ് ശരിക്കും വേണ്ടത്. ഒരു കോൺവെർസേഷനിൽ ശരിക്കും നമ്മൾ കേൾക്കുന്നതിനെക്കാട്ടി ഉപരി നമ്മൾ കേൾക്കുക. അതേപോലെ അവരെ കണ്ണിൽ നോക്കിയാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും, ഒരാളുടെ ഫീലിങ്സും കാര്യങ്ങളൊക്കെ. അപ്പൊ അറ്റ്ലീസ്റ്റ് 1 അവർ അത് ശരിക്കും ഭയങ്കര ഒരു റിലാക്സേഷൻ ആയിരിക്കും നമുക്ക്. എനിക്ക് ഇന്ന് പറയാനുള്ള ഒരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ഫോണ് മാറ്റി വെക്കുക എന്നുള്ളത്. പിന്നെ ഓരോരുത്തരും വേറെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം ഈ ഫോണ് അടുത്തുണ്ടാകുന്ന സമയത്ത് നമുക്ക് ശരിക്ക് ഒരു സംഗതിയും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഈവൻ ബുക്ക് റീഡിങ് പോലും ചെയ്യാൻ പറ്റില്ല. വിൽ ബി ഡിസ്ട്രാക്റ്റഡ്. അപ്പോൾ മൊബൈൽ ഡാറ്റ ഓഫ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ടേബിളിൻ്റെ മേലെ ഫോൺ വെക്കുകയാണെങ്കിൽ അതൊന്ന് മറിച്ചിടുക. ജസ്റ്റ് അപ്സൈഡ് ഡൗൺ ഫോൺ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് കാണൂല, അതിൻ്റെ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നത് കാണൂല. അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്കത് എടുത്ത് നോക്കാനുള്ള ഒരു ടെൻഡൻസി കുറയും. അപ്പം അത് ഒരു നല്ലൊരു ടെക്നിക്കായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മളെ ടേബിളിലേക്ക് ഒരിക്കലും ഫോൺ എടുക്കാതിരിക്കുക. അപ്പോഴാണ് നമ്മൾ അതിൻ്റെ ടേസ്റ്റും രുചിയും അതിൻ്റെ സ്മെല്ലും എല്ലാം അനുഭവിച്ചിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. താങ്ക്സ്. താങ്ക് യു സുമിയമ്മ. നല്ലൊരു ഫീഡ്ബാക്ക് ഇല്ല, നല്ലൊരു അഭിപ്രായമാണ് പറഞ്ഞത്. അതെ. പ്രത്യേകിച്ച് ആ ഭക്ഷണം കഴിക്കുന്ന രീതി പറഞ്ഞ ശ്രദ്ധിച്ചോ? അതിന്റെ മണം, ഗുണം, രുചി എല്ലാം അറിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കണം. വളരെ താങ്ക് യു. ദീപ ഒന്ന് പറയൂ. ദീപ എന്തെങ്ങനെ വെറുതെ ഇരിക്കണം? പറഞ്ഞോളൂ. നിങ്ങളൊക്കെ അല്ലേ പറയേണ്ടത്, ഞങ്ങൾ കേൾക്കുന്നവര് നിങ്ങൾ പറയുന്നവര്. പറഞ്ഞോളൂ. എന്തുണ്ടെങ്കിലും എനിക്ക് മെഡിറ്റേഷൻ പറയൂ സർ. സൗണ്ട് ഇഷ്യൂ ഉണ്ട് ഇതില്. ദീപ മാം ഒന്ന് റേഞ്ച് ഇഷ്യൂ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോ ഓഫ് ചെയ്ത്. മെഡിറ്റേഷനെ കുറിച്ച് അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് അറിയില്ല. കേൾക്കാവോ? കേൾക്കാം. പറഞ്ഞോളൂ. എനിക്ക് മെഡിറ്റേഷൻ ചെയ്യാന്ന് പറയുമ്പോൾ ഞാൻ ശരി സാറ് പറഞ്ഞതുപോലെ എനിക്ക് അങ്ങനെ ആരും പറഞ്ഞ ഒരു ഗുരുവൊന്നും ഇല്ലായിരുന്നു. ഞാൻ ചെയ്തത് യൂട്യൂബിലൊക്കെ നോക്കി
എങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യുക അങ്ങനെയൊക്കെ കുറച്ച് നോക്കി ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അതിൽ നിന്ന് കുറച്ച് മ്യൂസിക് എടുക്കുക, കേൾക്കുക, അങ്ങനെ അതിലോട്ട് ഫോക്കസ് ചെയ്ത് പിന്നെ മനസ്സ് ശാന്തമാക്കി കിടക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും ശാന്തമായിട്ട് ഇരിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു രീതി. പിന്നെ രാവിലത്തെ, അതായത് ഈ 5 മണി സമയം, ഇതാണ് ഏറ്റവും നല്ല സമയം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എഴുന്നേൽക്കുമ്പോൾ നമുക്ക് മനസ്സൊക്കെ നല്ല ക്ലിയർ ആയിരിക്കുമല്ലോ, നമുക്ക് വേറെ ഒരു ചിന്തകളും ഇല്ല. നമ്മൾ കുറച്ചുകൂടെ ഒക്കെ കഴിയുമ്പോഴായിരിക്കും, ചിലപ്പോൾ ഈവനിങ് ടൈമാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ പോലും നമുക്ക് പല ചിന്തകൾ വരുന്ന സമയമായിരിക്കും. ഈ നേരത്തെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. പിന്നെ എന്താ അങ്ങനെ ഇരിക്കുക, എനിക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ചേർന്ന ശേഷമാണ് ഞാൻ ശ്വാസം എടുക്കുക അതൊക്കെ ചെയ്ത് വരുന്നത് ഇപ്പോഴാണ്. ദീപന്റെ സബ് ഗ്രൂപ്പ് ഏതാ? എന്റെ സബ് ഗ്രൂപ്പ് സക്സസ് മാഗ്നറ്റ്. ഓക്കെ, അതിലെ അഡ്മിൻ കൂട്ടത്തില് ഒരാള് ഞാനാണ്, അബ്ദുറസാഖ് എന്നുള്ള പേരില്. ഒന്ന് മെസ്സേജ് അയക്കട്ടെ. നിങ്ങളുടെ നാട്ടില് നിങ്ങൾക്ക് 1 രൂപ പോലും ചെലവില്ലാതെ ഒരു ഗുരുനാഥനെ ഞാൻ ഏൽപ്പിച്ചു തരാം മെഡിറ്റേഷന്. നിങ്ങളുടെ നാട്ടില് നിങ്ങൾക്ക് 1 രൂപ പോലും ചെലവില്ലാതെ ഒരു ഗുരുനാഥനെ ഞാൻ ഏൽപ്പിച്ചു തരാം. പോരെ? പൈസ ഒന്നും കൊടുക്കണ്ട, നിങ്ങളുടെ നാട്ടിൽ തന്നെ കിട്ടും. നിങ്ങളുടെ പരിസരത്ത് എവിടെയെങ്കിലൊക്കെ ഉണ്ടോ? ജസ്റ്റ് നിങ്ങളുടെ നാട് ഏതാന്ന് പറഞ്ഞാൽ മതി. നിങ്ങളുടെ സ്ഥലം, നിങ്ങൾ നിൽക്കുന്ന ലൊക്കേഷൻ ഏതാന്ന് കിട്ടിയാൽ മതി. അതിന്റെ പരിസരത്ത് എവിടെയെങ്കിലും. ഓക്കെ ഓക്കെ, അതുണ്ടാവും. ഒരു വാക്യം ഓർമ്മ വന്നെന്താറിയോ? പിന്നെ സാർ, മാഡം പറഞ്ഞപ്പോ സന്തോഷം ഉണ്ടോ വെച്ചാല് എവിടെ ഒന്നും വായിച്ചിട്ടുണ്ടല്ലോ. അതായത് നമ്മള് പിന്നെ ശിഷ്യൻ തയ്യാറായാൽ ഗുരു പ്രത്യക്ഷപ്പെടുന്നതാണ്. അപ്പൊ അതിന്റെ നിങ്ങൾ തയ്യാറായതിന്റെ ഒരു സൂചന നമുക്ക് കണ്ടത്. തീർച്ചയായിട്ടും നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്വന്തം നാട്ടില് നിങ്ങൾക്ക് 1 രൂപ പോലും കൊടുക്കാതെ നല്ല ഒരു അടിപൊളി മെഡിറ്റേഷന്റെ ഗുരുനാഥനെ ഏൽപ്പിച്ചു തരാം. അത് കണക്റ്റീവ് മെഡിറ്റേഷൻ ആണ്. കണക്റ്റീവ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാല് ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള ബന്ധമാണ്. ഈശ്വരവിശ്വാസികൾക്കാണ് പ്രവേശനമുള്ളൂ. മതമില്ല, ജാതി ഇല്ല എന്ന് പറഞ്ഞവർക്കാണ് പ്രവേശനമില്ല. ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിക്കണം. മുസ്ലിം ആയില്ല, ഹിന്ദു ആയാലും കുഴപ്പമില്ല, ക്രിസ്ത്യാനി ആയാലും പ്രശ്നമില്ല. ദൈവത്തിൽ വിശ്വസിക്കണം, അത്രേ ഉള്ളൂ. വേറെ നിബന്ധനകളൊന്നുമില്ല. അവർക്ക് കണക്റ്റീവ് മെഡിറ്റേഷൻ ആണ് കൊടുക്കുന്നത്, ഫ്രീ ആയിട്ട് കൊടുക്കും. കണക്റ്റീവ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള ആ ബന്ധം സ്ഥാപിച്ചെടുക്കുക. അതിനാണ് ആത്മസമർപ്പണം എന്ന് പറയും. ആ ഒരു മെഡിറ്റേഷൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. 7 ദിവസം ഫ്രീ ആയിട്ട് കിട്ടും. പിന്നീട് തുടർച്ചയായിട്ട് പോകണമെങ്കിൽ പോകാം, ഇല്ലെങ്കിൽ നിർത്താം. ഞാൻ ഏൽപ്പിച്ചു തരാം. ഓക്കെ, പേടിക്കണ്ട. താങ്ക് യു. വേറെ ആർക്കെങ്കിലും? ഇത്രയൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുള്ളൂ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാരും വരട്ടോ, എല്ലാരും പറഞ്ഞോളൂ. ഇതിപ്പോ പറഞ്ഞോ, അതിപ്പോ പറഞ്ഞു. ഇനിയിപ്പോ ഗനമ പറഞ്ഞോളൂ. അഖിലമ എന്ത് വീഡിയോ ഒക്കെ ഓഫ് ആക്കിയിരുന്നു? സക്സസ് മാഗ്നറ്റ്. എന്താണ് പറഞ്ഞോളൂ. ഇന്നത്തെ ദിവസം നമ്മൾ ഇതിലുള്ള ബിമേജിക് മെമ്പേഴ്സിന് കൊടുത്തിരിക്കുക. നമ്മുടെ ലീഡേഴ്സ് ഒക്കെ മാറി നിന്നിട്ട് ഇന്ന് അവരാണ് കാര്യങ്ങള് പറയേണ്ടത്. ഓഡിബിൾ അല്ലേ? അപ്പൊ ഇന്ന് പറഞ്ഞത് റസാഖ് സാറ് പറഞ്ഞു. കട്ടായി. ഹലോ റസാഖ് സാർ. ഹലോ. റസാഖ് സാറിന് പ്രാണായാമത്തിനെ പറ്റി അറിയാന്ന് പറഞ്ഞു. അതിനെ പറ്റി കുറച്ചൊന്ന് പറഞ്ഞുതരാൻ കഴിയുമോ?
പ്രാണായാമത്തിനെ പറ്റി സാറിന് ആ അറിയാമെന്ന് പറഞ്ഞപ്പോ പ്രാണായാമ എന്ന് കുറച്ചൊന്ന് പറഞ്ഞാൽ അതിനെ പറ്റി ഒന്ന് പറഞ്ഞുതരാൻ കഴിയുമോ? പറയാം തീർച്ചയായിട്ടും പറയാം. അത് ഫുള്ളായിട്ടില്ല, എന്നാലും അത് ചെയ്യേണ്ട വിധം ഞാൻ പറഞ്ഞുതരാം. ശരി. പ്രാണായാമ എന്ന് പറഞ്ഞാല് നാഡീശുദ്ധി പ്രാണായാമ എന്നാണ് അതിന്റെ യഥാർത്ഥ പേര്. അതായത് ഇട പിംഗല എന്ന നാഡിയെ ശുദ്ധീകരിക്കുന്ന ഒരു എക്സസൈസ് ആണ്. അത് നമ്മൾ കൈവിരൽ കൊണ്ട് ഒരുപാട് രീതികളുണ്ട്. വിരല് വെച്ചിട്ട്, അതായത് ഒരു നാസാദ്വാരം അടച്ചു പിടിക്കുക, വലത് നാസാദ്വാരത്തിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, ആ വിരല് തിരിച്ചിങ്ങോട്ട് പിടിച്ചിട്ട് ഇടത് നാസാദ്വാരത്തിലൂടെ ശ്വാസം വിടുകയും ചെയ്യുക. പറഞ്ഞു മനസ്സിലായോ? ഇവിടെ കട്ട് ചെയ്യണു, ശ്വാസം ഉള്ളിലേക്ക് വലിക്കുന്നു, ഇവിടെ കട്ട് ചെയ്യുന്നു, ശ്വാസം അപ്പുറത്തു കൂടെ വിടുന്നു. വലത് നാസാദ്വാരത്തിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ഇടത് നാസാദ്വാരത്തിലൂടെ ശ്വാസം പുറത്തേക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഇടത് നാസാദ്വാരത്തിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് വലത് ഭാഗത്തിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഒരു സൈക്കിൾ. അങ്ങനെ 8 പ്രാവശ്യം ചെയ്യുമ്പോൾ ഒരു പ്രാണായാമമായി. അങ്ങനെ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ചെയ്യാം. നാഡീശുദ്ധി പ്രാണായാമ എന്നാണ് ഇതിന്റെ യഥാർത്ഥ പേര്. നമ്മളെ 2 നാഡികളെ ശുദ്ധീകരിക്കുകയും ശരീരത്തിനും മനസ്സിനും സ്വസ്ഥതയും ശാന്തതയും ലഭിക്കാനും വേണ്ടി വന്നാൽ തേർഡ് ഐ ഓണാക്കാനും ഈ മെഡിറ്റേഷൻ മതി. ഓക്കെ, അല്ല സാർ, അത് കൃത്യമായി അത് കൃത്യമായി ചെയ്യാൻ കൃത്യമായിട്ട് നമുക്ക് അതിന്റെ കറക്റ്റായിട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല, ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും? അത് അങ്ങനെ അതൊന്ന് പറയുന്ന പോലെ കേട്ടോ, കൃത്യമായിട്ട് ശ്വാസം എടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ കൃത്യമായി ശ്വാസം എടുക്കാൻ എന്തെങ്കിലും കഴിയാത്ത പ്രശ്നം ഒരു പ്രശ്നമില്ലല്ലോ. ശ്വാസം എടുക്കുക, പുറത്തേക്ക് വിടുക. പറഞ്ഞു മനസ്സിലായില്ലേ? വലത് നാസാദ്വാരത്തിലൂടെ ശ്വാസം എടുക്കുക, ഇടത് നാസാദ്വാരത്തിലൂടെ ശ്വാസം വിടുക. ഇങ്ങനെ നോക്കിയിട്ട് ഉണ്ടോ? ഇങ്ങനെ ശ്വാസം വിടുക. അതേപോലെ തന്നെ ഇടത് നാസാദ്വാരത്തിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും വലത് നാസാദ്വാരത്തിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യുമ്പോൾ ഒരു റൗണ്ട് ഡൗൺ ഉണ്ട്. അങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. പിന്നെ മൈൻഡ് പറഞ്ഞാൽ നമ്മൾ അത് ചെയ്ത് അതിലേക്ക് റെഡി ആയി വരില്ല. ഇപ്പൊ നൗഫൽ സാർ പറഞ്ഞ പോലെ നമ്മളെ ചിന്ത അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ആ പോകുന്ന സമയത്ത് ഞാൻ ഇപ്പൊ ഈ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് ഇപ്പൊ ഇതാണ് എന്നിലേക്ക് കൊണ്ടുവരാം. ഇതിൽ വേറെ നിവൃത്തിയൊന്നുമില്ല. ഇപ്പൊ നമ്മള് ഏത് പ്രവർത്തിയാണെങ്കിലും ഇപ്പൊ അമ്പലത്തിൽ പോകും, അല്ലെങ്കിൽ ഞാനിപ്പോ നിസ്കരിക്കുകയാണ് എന്ന ഒരു ചിന്തയിലേക്ക് കൊണ്ടുവരാം. അത് ഞാൻ ഇപ്പൊ പുസ്തകം വായിക്കുകയാണ്, ഇപ്പൊ അമേരിക്കയിലേക്ക് പോകുന്ന തിരക്കിലല്ല എന്ന് നമ്മളിപ്പോ മൈൻഡ് ചിലപ്പോ അമേരിക്കയിൽ നമ്മളിവിടെ പുസ്തകം വായിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് അതിനെ മൈൻഡിനെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരാം. വേറെ നിവർത്തില്ല. അപ്പൊ കുറച്ച് ദിവസം കഴിയുമ്പോൾ മൈൻഡ് നമുക്ക് ഇണങ്ങി ചേരും. അല്ല, അങ്ങനെ ഒരു പ്രാവശ്യമായി 8 പ്രാവശ്യമാണ് ചെയ്യേണ്ടത്. 8 പ്രാവശ്യം ഏറ്റവും ചുരുങ്ങിയത് ചെയ്യണം. 8 പ്രാവശ്യം. അതായത് ഒന്ന് ഉള്ളിലേക്ക് വലിക്കുന്നു, പുറത്തേക്ക് വിടുന്നു, പുറത്തുനിന്ന് ഉള്ളിലേക്ക് വലിക്കുന്നു, പുറത്തേക്ക് വിടുന്നു. ഇത് ഒരു പ്രാവശ്യമാണ് കേട്ടോ. വലത് ഭാഗത്തിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് ഇടത് ഭാഗത്തിലൂടെ വന്ന് ഇടത് ഭാഗത്തിലൂടെ ശ്വാസം എടുത്ത് വലത് ഭാഗത്തിലൂടെ വരുമ്പോൾ മാത്രമേ ഒരു പ്രാവശ്യം അവിടെ ഉള്ളൂ. അങ്ങനെ 8 പ്രാവശ്യം. ഹോൾഡ് ചെയ്ത് വെക്കണം ശ്വാസം. ഒരു കുറച്ച് ഹോൾഡ് ചെയ്തേക്കാം, കൂടുതൽ ഹോൾഡ് ചെയ്തേക്കാം. പക്ഷെ ഇത് മറ്റേ മെഡിറ്റേഷന്റെ ഒരു മൈൻഡ്ഫുൾനെസ്സിലേക്ക് എത്തൂല. അവിടുത്തെ എത്തൂല. പ്രാണായാമ നല്ലതാണ്. ശരീരത്തിനും മനസ്സിനും പൊതുവെ നാഡി ശുദ്ധീകരിക്കുന്ന. അതെ, ബ്രീത്തിങ് എക്സസൈസ് ആയിട്ട് കണക്കൂട്ടിയാൽ മതി. മെഡിറ്റേഷന്റെ പവർ മെഡിറ്റേഷന്റെ പവർ ബ്രീത്തിങ് എക്സസൈസ് ശരീരം ശുദ്ധിയാക്കാനും. അതെ, ശരീരത്തിനാകെ നമ്മള് പുക, അതേപോലെ പരിസ്ഥിതി മലിനീകരണമാണല്ലോ പുറത്തൊക്കെ. ചിലപ്പോ ഒരാൾ ജോലി ചെയ്യുന്ന സ്ഥലം പുക നിറഞ്ഞ സ്ഥലമായിരിക്കും, അല്ലെങ്കിൽ പൊടി നിറഞ്ഞ സ്ഥലമായിരിക്കും. അപ്പൊ നമ്മളെ അകത്തെ ആ മാലിന്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിട്ട്, നമ്മളെ ആരോഗ്യത്തിന് വേണ്ടിട്ട് അത് ശരിക്ക് ചെയ്യുന്ന ആളുകൾ മെഡിറ്റേഷൻ ആയിട്ട് ബന്ധപ്പെട്ട് ചെയ്യാതിരിക്കുക നല്ലത്. കാരണം ഒരു ശുദ്ധമായി ശ്വസിക്കുക. ഇപ്പൊ മാഡം പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞല്ലോ, മെഡിറ്റേഷൻ രാവിലെയാണ് ചെയ്യല്,
ആ സമയത്താവുമ്പോൾ ഈ ശബ്ദങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ആ സമയത്ത് ചെയ്യുന്നത്. അതേപോലെ ബ്രീത്തിങ് എടുക്കാൻ പറ്റിയ നല്ല അന്തരീക്ഷം രാവിലെ ആയിരിക്കും. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പൊക്കെ ലോങ് ബ്രീത്തിങ് എക്സസൈസ് എടുക്കുക. അല്ലെങ്കിൽ നമുക്ക് സമയമില്ലാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ കിച്ചണിൽ അല്ലെങ്കിൽ വിറകടുപ്പിന്റെ അടുത്തൊക്കെ പോയിട്ട് പിന്നെ നേരായി ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഫലം ഉണ്ടാവുക. അതുപോലെ നല്ല പൊടികളുള്ള സ്ഥലം, ക്രഷറിലൊക്കെ ജോലിയുള്ള ആളുകളൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ തേപ്പിന്റെ പടവിന്റെ ഒക്കെ പണി പല ആളുകളും ഉണ്ടാവില്ല. അപ്പൊ അവിടുന്നൊക്കെ നമുക്ക് ശുദ്ധവായു കിട്ടൂല. അപ്പൊ ശുദ്ധവായു കിട്ടുന്ന സ്ഥലങ്ങളിൽ നിന്ന് നല്ലോണം ബ്രീത്തിങ് എക്സസൈസ് എടുക്കുക. പ്രാണായാമം ആണെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ സാധാ ബ്രീത്തിങ് ആണെങ്കിൽ അതെടുക്കുക. അറിയാവുന്നത് ഏതാണോ അതെടുക്കുക. അപ്പം കൂടുതൽ ബുദ്ധിമുട്ട് വരില്ല. പിന്നെ ഇതിനെ കുറിച്ചിട്ടുള്ള മെഡിറ്റേഷൻ ഒക്കെ പഠിക്കണമെങ്കിൽ അതിൻ്റെതായ കോഴ്സുകളൊക്കെ ഉണ്ട്. സർക്കാരൊക്കെ പറഞ്ഞ പോലെ ഈ ചുരുക്ക സമയങ്ങൾ പറഞ്ഞാലൊന്നും പൂർണ്ണമായിട്ട് ചെയ്യാൻ പറ്റൂല. അങ്ങനെയൊക്കെ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് അങ്ങനത്തെ കോഴ്സുകൾ തിരഞ്ഞെടുത്തിട്ട് അങ്ങനെ ചെയ്താൽ കുറച്ചുകൂടി നന്നാവും. അല്ലേ സർക്കാർ? അതെ അതെ, കോഴ്സ് ചെയ്യണം. കാരണം ഇത് ഒരുപാട് പഠിക്കാനുള്ള വിഷയങ്ങളാണ്. പക്ഷെ അത് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ചെയ്യുന്ന രീതി മാത്രം പറഞ്ഞാൽ മതി. എന്നാൽ തന്നെ ഏകദേശം ആളുകൾക്ക് മനസ്സിലാവും. ഇത് പിന്നെ നാടി എന്താണെന്നും നാടിന്റെ രൂപങ്ങൾ എന്താണെന്നും ആൾക്ക് പിന്നെ പഠിച്ചിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല. പക്ഷെ പഠിക്കാനുണ്ട് മാത്രം. ചെയ്യാൻ ഇങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ? വേറെ കേൾക്കട്ടോ? പറഞ്ഞോളൂ. എന്തായാലും നമ്മളെ സിന്ധുമ തെങ്ങിന്റെ മുകളിൽ കയറിയിട്ടുണ്ട്. പറഞ്ഞോളൂ. ഏറ്റവും കൂടുതൽ മനസ് എവിടെയാണ് ഏറ്റവും കൂടുതൽ കണ്ടേ? കേൾക്കില്ല? ഇല്ലട്ടോ, ഇല്ല. കട്ടായി കളിക്കുന്നു. ഇപ്പോഴും കേൾക്കില്ലേ? ഭഗവാനെ, ഞാൻ എവിടേക്ക് പോകും? പറഞ്ഞോളൂ. ഇപ്പൊ ഓക്കെയാണ്. അടുക്കളയിലാണ് കണ്ടത്. കാരണം ഉപ്പുണ്ടോടത്ത് പഞ്ചസാര കൊണ്ടിട്ട് കഴിഞ്ഞാ ആ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? അപ്പൊ ഏറ്റവും കൂടുതൽ മനസാന്നിധ്യം വേണ്ട ഒരു സ്ഥലം അടുക്കളയാണ്. നമ്മൾ എന്ത് കാര്യം പാചകം ചെയ്യുമ്പോൾ, എന്ത് ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്തും നമ്മൾ അത്രയും ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്കത് വായിൽ വെക്കാൻ പറ്റുള്ളൂ. അവിടെ നമുക്ക് അതുപോലെ തന്നെ ഇപ്പൊ നേരത്തെ ഒരു മേം പറഞ്ഞ പോലെ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോ എനിക്കും ഇഷ്ടമല്ല മൊബൈൽ നോക്കണത്, TV വെക്കുന്നത്. ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു ട്രെൻഡ് അതാണ്. TV ഓപ്പൺ ആക്കുക, എന്നിട്ട് ഇതിങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ പോളിംഗ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക. ഇത് ഇങ്ങനെ ചെല്ലുക, TV-ക്ക് ഇങ്ങനെ നോക്കുക. അതിന്റെ ഇടയിൽ കല്ല് പോയാലും പുഴു പോയാലും അല്ലെങ്കിൽ പിന്നെ എന്തുണ്ടായാലും നമ്മള് ഒരു വഴുതനങ്ങ മുറിച്ചിട്ട് ചിലപ്പോൾ ശ്രദ്ധിക്കാതെ പെട്ടുപോയെങ്കിൽ അത് കറിയിലുണ്ടെങ്കിൽ നമ്മൾ തിന്നുമ്പോ എന്താവും, അതും കൂടി നമ്മളെ വയറ്റിലേക്ക് പോകും. അത്രയും ശ്രദ്ധയോടുകൂടിയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും. അപ്പൊ ഭക്ഷണം കഴിക്കുമ്പോൾ കഴിവതും TV ഒഴിവാക്കുക, ഫോൺ ഒഴിവാക്കുക. നമ്മളെ ഭക്ഷണത്തിന്റെ ആ ഒരു ടേസ്റ്റിനെ മനസ്സിലാക്കി അത് ആസ്വദിച്ച് കഴിക്കുമ്പോൾ മാത്രമേ നമ്മൾ അത് ആ ശരീരത്തേക്ക് അതിൻ്റെതായിട്ടുള്ള എല്ലാ ഇതും ബെനിഫിറ്റും കിട്ടുള്ളൂ. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളാ. അതുപോലെ തന്നെ ഇപ്പൊ ജോലി ചെയ്യുന്ന സ്ഥലത്തായാലും എവിടെയും നമുക്ക് മനസാന്നിധ്യം അത്യാവശ്യമാണ്. ഇപ്പൊ ഒരു റോഡ് മുറിഞ്ഞ് കിടക്കുമ്പോഴും നമ്മൾ രണ്ടു ഭാഗവും നോക്കിയിട്ട് വേണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ. അപ്പോഴൊക്കെ നമ്മൾ അവിടെ നമ്മളെ കോൺസെൻട്രേഷൻ ആണ് മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടൊരു കാര്യം. അതുപോലെ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ആ ഒരു 20 മിനിറ്റ് നമ്മൾ കണ്ണടച്ചിരിക്കുമ്പോൾ പല ചിന്തകൾ നമ്മൾ ഉള്ളിലൂടെ പോയാലും സാറ് പറയുന്നുണ്ട് ആദ്യം തന്നെ നമ്മളെ പുറത്തുള്ള ഫാൻ കറങ്ങണ ശബ്ദം, മറ്റുള്ള ശബ്ദങ്ങളൊക്കെ നമ്മൾ പോസിറ്റീവായിട്ട് എടുത്തിട്ട് വേണം നമ്മൾ ഇരിക്കാന്ന്. സത്യം പറഞ്ഞാൽ ആ ഒരു ശബ്ദങ്ങൾ കേൾക്കുന്ന സമയത്തും നമ്മൾ ആ ഒരു അതിനെ ആക്സെപ്റ്റ് ചെയ്ത് നമ്മൾ ഇരിക്കുമ്പോൾ അത് നമുക്കൊരു നെഗറ്റീവ് തരുന്നേ ഇല്ല. നമ്മൾ അതൊക്കെ പോസിറ്റീവായിട്ട് എടുക്കണേ. അപ്പൊ നമ്മൾ അവിടെ അത്രയും കോൺസെൻട്രേഷൻ കൊടുത്തിട്ടല്ലേ, അത്രയും മനസാന്നിധ്യത്തോടെ ഇരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ആ ഒരു മെഡിറ്റേഷൻ അത്രയും ഇതോട് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അതൊക്കെ ഒരുപാട് ഈ ഒരു ടോപ്പിക്ക് റസാഖ് സാർ ഇട്ട തന്നെ നന്നായിട്ടുണ്ട്. കാരണം ഇതിലുള്ള ഓരോരുത്തരും ആണ് ഇന്ന് ചർച്ച ചെയ്യേണ്ടത്, ഞങ്ങളല്ല പറയണ്ടേ. ഞങ്ങൾ നിങ്ങൾക്ക് അത് ഇട്ട് തന്നിരിക്കുകയാണ്. അപ്പം പുറത്ത് എന്താണ് മടിച്ചു നിൽക്കുന്ന ആൾക്കാരൊക്കെ ഇതിലേക്ക് വന്നിട്ട് കാര്യങ്ങളെല്ലാം ഒന്നും കൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ്, അഫർമേഷൻ, ഫോർഗിവ്നെസ് ഒക്കെ എഴുതുന്ന സമയത്ത് നമ്മളെ ഉള്ളിന്റെ ഉള്ളില് ആ ഒരു എന്താ പറയാ ഒരു കൺസെപ്റ്റ് ഉണ്ടാവണം നമ്മുടെ ഉള്ളില്, അല്ലെ? നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്ന സമയത്ത് നമ്മൾ പറയാം എന്റെ ആരോഗ്യം എന്നും മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു, നമ്മൾ ദൈവത്തിന് നന്ദി പറയും. അപ്പൊ നമ്മൾ ആരോഗ്യത്തെ നമ്മളൊന്ന് കാണണം, നമ്മൾ നല്ല ആക്റ്റീവായിട്ട് നടക്കുന്നതും ചെയ്യണതും ഒക്കെ. അപ്പൊ അതേപോലെ തന്നെ ആയിരിക്കണം ഓരോ കാര്യങ്ങൾ എഴുതുമ്പോൾ നമ്മളെ മനസ്സിൽ ആ ഒരു ചിത്രം വേണം. അങ്ങനെ നമ്മൾ ചിന്തിച്ചുകൊണ്ട് എഴുതുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ബലം ഉറപ്പാണ്. അപ്പൊ ഇവിടെയൊക്കെ മനസാന്നിധ്യം നമുക്ക് കൂടിയേ തീയുള്ളൂ.
അപ്പൊ എന്ത് കാര്യത്തിലും അത് അത്യാവശ്യമാണ്. എന്തായാലും നല്ലൊരു ടോപ്പിക് ആയിരുന്നു റസാഖ് സാർ. അതിന് സാറിനോട് ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞപ്പോ എനിക്ക് തോന്നാ ബീന മാം അതിനെ കുറിച്ച് സംസാരിച്ചാൽ കുറച്ചുകൂടി ബെറ്റർ ആവും. നല്ല അടിപൊളി കേക്ക് നമ്മളെ ദിനാജിക്കിന് സമർപ്പിച്ച ബീന മാം. ശരിയാണ് ശരിയാണ്. നമ്മൾ 2 പ്രാവശ്യം കഴിച്ചതുമാണ്, 2-3 പ്രാവശ്യം കഴിച്ചതുമാണ്. ബീന മാം ഒന്ന് വരുമോ? തിരക്കില്ലെങ്കിൽ നിന്നാ മതിട്ടോ. എന്തെങ്കിലും ധൃതിയിലാണെങ്കിൽ വരണ്ട. ബീന മാം ആണ് അത്. ഒരു ഭക്ഷണം ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് മറ്റുള്ളവർക്ക് കഴിക്കണം, അത് ഇഷ്ടപ്പെടണം എന്ന രീതിയിൽ നമുക്ക് നല്ല അടിപൊളി നല്ല ഭക്ഷണം ഉണ്ടാക്കി തന്ന, നല്ല കേക്കൊക്കെ ഉണ്ടാക്കി തന്ന ബീനമ്മ ഇവിടെ. അഖിലാമ്മൻ കണ്ണിങ്ങനെ ഇതാക്കിണ്ട്, ആ പറച്ചിന്റെ വമ്പാണ്. എന്താ അഖിലാമ്മ അല്ലേ? ഹലോ അത് എല്ലാം ശ്രദ്ധിച്ച് ചെയ്താൽ തന്നെ ഉള്ളൂ. അതിനകത്തേക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് വരുമല്ലോ. അപ്പോൾ അതിനകത്തേക്ക് എല്ലാം നമ്മുടെ ശ്രദ്ധ വരും. ടേസ്റ്റ് കൂടാനുള്ളത് സന്തോഷത്തോടെ ഹാപ്പിയോടെ ഉണ്ടാക്കി തന്നെ. കേട്ടില്ല? നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ എന്താ ചെയ്യേണ്ടി? നല്ല സന്തോഷത്തോടു കൂടി മറ്റുള്ളവർക്ക് ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം മറ്റുള്ളവർ കഴിക്കണം എന്നതിലേക്ക് ഇഷ്ടപ്പെട്ട് നൽകുക. അതാണ് ടേസ്റ്റിന്റെ ഒരു കാര്യം. വേണ്ട? അതെ, അവര് കഴിക്കുമ്പോഴുള്ള ആ ഫങ്ഷനിലുള്ള കുട്ടികളെ എപ്പോഴും അത് കൊണ്ടു കൊടുക്കുമ്പോഴുള്ള ആ കുട്ടികളെ സന്തോഷം കാണാറുണ്ട്. കേക്ക് ഡെലിവറി ചെയ്യുമ്പോ ഹലോ കേൾക്കുന്നില്ലേ? സ്നേഹം കൂടി ആഡ് ചെയ്തിട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശിക്കുന്നത്. സ്നേഹം ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കണം. അഖിലമ്മൻ കേട്ടോ വേണ്ട, അഖിലമ്മൻ കേട്ട് പഠിച്ചോളൂ. സ്നേഹം ചേർത്ത് കൊടുക്കണം. കേട്ടു. വേറെ ആർക്കെങ്കിലും പറയണ്ട? ആൻഡ്രൈസ് ചെയ്തിട്ടുണ്ടല്ലോ ഷാജൻ ടി കെ. നല്ല ടോപ്പിക്കാണ് ശരിക്ക്. കേക്കാലോ? കേൾക്കാം സർ. ഓക്കെയാണ്. നമുക്ക് മെഡിറ്റേഷനെ കുറിച്ച് സാർ കുറെ സംസാരിച്ചു. എനിക്ക് കറക്റ്റാണ് പറയുന്നത്, കറക്റ്റാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ പോകണം. പക്ഷെ അതില് നമ്മൾ സാധാരണക്കാർക്ക് ആ ഒരു വിഷയം പറഞ്ഞു, സാധാരണക്കാർക്ക് മെഡിറ്റേഷനിൽ എത്താൻ പറ്റുന്നില്ല. ഒരു 60,000-ലധികം തോട്ട്സുകൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു. കറക്റ്റാണ്. അതായത് കുട്ടികൾക്കും ഈ സന്യാസികൾക്കും അത് പറ്റുന്നുണ്ട് ശരിക്ക്. അതിൽ കറക്റ്റ് പോയിന്റിൽ എത്താൻ പറ്റുന്നുണ്ട്. അതിന്റെ ഞാൻ മനസ്സിലാക്കിയത് നമുക്ക് അവർക്ക് അവരുടെ ചിന്തകളെയൊക്കെ അവരുടെ എല്ലാ കാര്യങ്ങളും പ്രോബ്ലം സോൾവിങ് അത് അവർ നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. അവർക്ക് കുട്ടികൾക്ക് പ്രോബ്ലംസ് ഇല്ല, പക്ഷെ സന്യാസിമാർക്ക് അവർക്ക് പ്രോബ്ലം സോൾവ് ചെയ്തതിന് ശേഷമാണ് അവർ മെഡിറ്റേഷൻ ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവർക്ക് വേറെ ഈ 60,000-ലേറെ തോട്ട്സുകൾ വരുന്നില്ല എന്നുള്ള. അപ്പൊ നമ്മൾ സാധാരണക്കാരെന്നുള്ള നിലയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന പറയുന്നത് നമുക്ക് നമ്മുടെ സ്വന്തം ജീവിതത്തിലെ മൈനസ് പോയിന്റുകൾ അറിഞ്ഞിരിക്കലാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്നുള്ളത് അതാണ്. അപ്പൊ അതിന് വേണ്ടത് നമുക്ക് ആദ്യം നിലം ഒരുക്കുക എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ടല്ലോ എന്ത് കാര്യത്തിനും. അപ്പൊ അതിന് തന്നെ നമ്മുടെ പ്രോബ്ലംസുകൾ നമ്മൾ എന്താണെന്നുള്ളത് കണ്ടെത്തിയിട്ട് മെഡിറ്റേഷനിൽ ഇരിക്കാൻ നമുക്ക് കറക്റ്റ് ആയിട്ടൊരു സ്ഥലം വേണം. നമ്മളിപ്പോ ബെഡിലാണ് ഉറങ്ങുന്നത്, അപ്പൊ അത് കറക്റ്റ് ആയിട്ട് നമ്മൾ അവിടെ വരുമ്പോൾ തന്നെ ഉറങ്ങുന്നത്. അതേപോലെ തന്നെ നമ്മൾ മെഡിറ്റേഷനിൽ ഇരിക്കാനായിട്ടൊരു സ്ഥലം വേണം എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം, സ്ഥിരമായിട്ടൊരു സ്ഥലം. പിന്നെ വരുന്നത് നമുക്ക് എന്താണ്, നമുക്ക് ഇപ്പോ നമ്മുടെ വീട്ടിൽ ഒരു മക്കള് പഠിക്കുന്നില്ല, മക്കളാണ് വിഷയം, മക്കളെ എങ്ങനെ നമ്മൾ അവരെ ക്ലിയർ ചെയ്യാന്നുള്ളൊരു ചിന്ത കൊണ്ടുവന്ന് ആ പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആ തോട്ട്സ് മൈൻഡിൽ നിന്ന് പോയി ശരിക്കും. പിന്നെ അതേപോലെ തന്നെ ആളുകൾ ഇപ്പൊ ഹെൽത്തിന് ഇഷ്യൂസ് ഉള്ള ആളുകളാണെങ്കിൽ അതായിരിക്കും എപ്പോഴും ചിന്ത വരുന്നുണ്ടാവുക. മെഡിറ്റേഷൻ ഇരുന്നാൽ നമുക്കത് ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ടാവും. അപ്പൊ ആ പ്രോബ്ലം നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളത് നമ്മുടെ കൾച്ചറിൽ പറയുന്നുണ്ട്. നമ്മൾ നല്ലൊരു ഡോക്ടറെ കാണുന്നു, അതേപോലെ തന്നെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കാര്യങ്ങളൊക്കെ എഴുതുന്നത് അതുപോലെ നടക്കുന്നു. പിന്നെ എക്സസൈസ് ചെയ്യുന്നു, അതൊക്കെ ചെയ്തിട്ട് ആ പ്രോബ്ലം സോൾവ് ചെയ്തിട്ട് ഇരിക്കുമ്പോൾ ആ തോട്ട്സുകൾ കളയുന്നുണ്ട് നമുക്ക്. അപ്പൊ ആ തോട്ട്സുകൾ വരുന്നില്ല, നമുക്ക് ആ പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിഞ്ഞു. അതേപോലെ തന്നെയാണ് ഇപ്പോ ഫൈനാൻഷ്യലി ഇഷ്യൂ ഉള്ളവർക്ക് അതിൽ ചോദ്യങ്ങൾ നമുക്ക് വരുന്നത് ഇങ്ങനെ തന്നെയല്ലേ നമുക്ക് എങ്ങനെ ചെയ്യാൻ കഴിയുന്നുള്ളൊരു ചോദ്യം നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ, നമുക്ക് എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ളൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മൈൻഡ് പിന്നെ പ്രവർത്തിക്കുന്നില്ല. നമുക്ക് എങ്ങനെ ചെയ്യാൻ കഴിയുന്നുള്ളൊരു തോട്ട്സ് നമുക്ക് കൊണ്ടുവരാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ഉത്തരം കിട്ടും. അതിന് ഏറ്റവും നല്ല സമയം രാവിലെ തന്നെയാണ്. നമ്മുടെ എല്ലാ തോട്ട്സുകളും കഴിഞ്ഞ എല്ലാ വിഷയങ്ങളും പ്രോബ്ലംസ് സോൾവ് ചെയ്ത് രാവിലെ നമ്മൾ അതിനെ മെഡിറ്റേഷൻ ആയിട്ട് ഇരിക്കുമ്പോൾ, ഈ മെഡിറ്റേഷൻ ചെയ്യേണ്ടത് ഫസ്റ്റ് ഈ പ്രോബ്ലം സോൾവിങ് ആണ് വേണ്ടത്. നമുക്ക് എന്താണ് ഇഷ്യൂ
അതെങ്ങനെ ചെയ്യാൻ കഴിയുന്നുള്ള അങ്ങനെ ഒരു മൈൻഡിൽ ഇരുന്നിട്ട് നമ്മൾ ഫസ്റ്റ് ഇരുന്ന് പ്രോബ്ലത്തിന് എന്തായാലും സോൾവ് ചെയ്യാനുള്ള നമുക്ക് ആൻസർ കിട്ടും. നമുക്ക് അതിൽ തന്നെ ആൻസർ കിട്ടും. നമുക്ക് രാവിലെ നമുക്ക് ചെയ്യുമ്പോൾ അങ്ങനെ അത് ഓവർകം ചെയ്യാന്നുള്ള ഒരു സംഭവം വരുമ്പോൾ നമുക്ക് ആ ചിന്തകളൊക്കെ കഴിഞ്ഞ് നമുക്ക് 1-2 മാസം കൊണ്ടൊക്കെയാണ് നമുക്ക് ഒരു മെഡിറ്റേഷനിൽ ഇരിക്കാൻ, ശരിക്കും മെഡിറ്റേഷന് വേണ്ടിയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. ഒരു ജോലിനെ കുറിച്ചിട്ടുള്ള ഒരു ജോലി ഇല്ലാത്ത ഒരാൾക്ക് ആ വീട്ടില് കാര്യങ്ങൾ നടക്കണില്ലെങ്കിൽ അവന് എപ്പോഴും മെഡിറ്റേഷൻ ഒരിക്കലും അവന് പറ്റില്ല. അവന് ഒരിക്കലും പറ്റില്ല. കാരണം അവനെങ്ങനെ നമ്മുടെ കുടുംബം കൊണ്ടുപോകാൻ പറ്റും, അപ്പൊ എനിക്കൊരു ജോലി അങ്ങനെ കിട്ടുന്നുള്ള ചിന്ത എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അപ്പൊ അതിനെ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് അങ്ങനെയൊക്കെ ഒരു ചിന്താഗതിക്ക് വന്നതിന് ശേഷം, ആ നില ഒരുക്കിയതിന് ശേഷം നമ്മൾ മെഡിറ്റേഷൻ ഇരിക്കുമ്പോൾ സാറ് പറഞ്ഞ പോലെ നമുക്ക് ആ നല്ല ചിന്തകൾ, അതിന് നമുക്ക് നല്ല വ്യായാമങ്ങൾ ചെയ്യാൻ പറ്റണം. നമുക്ക് സ്ഥിരം ഒരു ദിവസമല്ല, സ്ഥിരം വ്യായാമങ്ങൾ ചെയ്യാൻ പറ്റണം, ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റണം, ബുക്ക് റീഡിങ് നമുക്ക് പറ്റണം, ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻ ഒക്കെ നമുക്ക് എഴുതാൻ പറ്റണം. ഇതൊന്നൊക്കെയാണ് നമുക്ക് തുടങ്ങാൻ പറ്റുള്ളൂ ഇത് ഈ പറഞ്ഞ സംഭവത്തിന്. അപ്പൊ നല്ലൊരു ടോപ്പിക് ആയിരുന്നു. ഞാൻ എൻ്റെ ഒരു അഭിപ്രായങ്ങൾ പറഞ്ഞു എന്നുള്ളൂ. എങ്ങനെയാണെങ്കിൽ ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു രാജൻ സാർ. ഒരു 6:31 ആയിട്ടുണ്ട് നമ്മളെ ടൈം. ആർക്കെങ്കിലും ഒരു പുതിയ ആൾക്കാരോട് ഒന്ന് വരാം താല്പര്യമുള്ളവർക്ക്. സമീറ, അതല്ലെങ്കിൽ ഹേമ, ജസ്ന, ഇതിലേതെങ്കിലും ഒരാൾ കൂടി വരാൻ പറ്റുമെങ്കിൽ വരുന്നു. ജസ്ന ഇപ്പൊ ഒരു സെക്കൻഡ് ഉള്ളൂ സാർ. ഇപ്പൊ കണ്ടില്ലേ സാജൻ സാർ വന്നപ്പോ എത്ര അങ്ങനെ അറിവ് ഇപ്പൊ മറ്റുള്ളവരിലേക്ക് കിട്ടി, നമുക്കൊക്കെ വീണ്ടും ഓർത്തെടുക്കാൻ പറ്റി. അതാണ് ഈ സാറൊക്കെ ഇതില് കാണാനുണ്ടെങ്കിലും സംസാരിക്കാത്ത ആളാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. പക്ഷെ എത്രത്തോളം അറിവ് ഇപ്പൊ നമുക്ക് കിട്ടി, മറ്റുള്ളവർക്കൊക്കെ ഉപകാരപ്പെട്ടില്ല. അപ്പൊ അറിയാവുന്ന കാര്യങ്ങൾ തെറ്റായാലും ശരിയായാലും അത് പറയാൻ, അത് തെറ്റാണെങ്കിൽ തിരുത്താനുള്ള ആളുകൾ ഇതിലുണ്ട്. ഇപ്പൊ സാറ് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ റീമൈൻഡ് ചെയ്യാൻ പറ്റി. വളരെ സന്തോഷം. താങ്ക് യു പറയാണ് സാറോട്ട്. പിന്നെ അതേപോലെ ചിന്തകള് ഒരു മോശം കാര്യമല്ല കേട്ടോ. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം മെഡിറ്റേഷൻ ചെയ്തപ്പോ കടയിൽ ഇരുന്നപ്പോ പിന്നെ എഴുതാൻ വിട്ടുപോയി, സമയം ഓവർ ആയിട്ടുണ്ട്. അത് പറയാണ് ചിന്തകൾ മോശമാണെന്ന് പറയല്ല. അപ്പൊ ക്രെഡിറ്റ് ആയിരുന്നു, ക്രെഡിറ്റ് ഞാൻ എഴുതാൻ വിട്ടുപോയി. 650 രൂപ ഉണ്ടായിരുന്നു. ആ പൈസ പോയില്ല എഴുതാൻ വിട്ടു കഴിഞ്ഞാല്. അപ്പൊ ഈ പ്രയർ, ഞാൻ സത്യം പറഞ്ഞാൽ മെഡിറ്റേഷൻ അല്ല, നിസ്കരിക്കുന്ന സമയത്താണ്. നിസ്കാരം ചെയ്യുമ്പോൾ നമുക്ക് വേറെ ചിന്തകൾ വരാൻ പാടില്ല എന്നാണ്. എന്തോ നിർഭാഗ്യവശാൽ അതാണ് ഓർമ്മ വന്നത്. പക്ഷെ ആ ചിന്ത വന്നുകൊണ്ട് എനിക്ക് 650 രൂപ എന്റെ കയ്യിൽ നിന്ന് പോയില്ല, ക്രെഡിറ്റിൽ കയറ്റി വെച്ചു. അപ്പൊ ചിന്തകൾ മോശമല്ല, അതിനെ ഒബ്സർവ് ചെയ്യുക, ഒഴിവാക്കുക, വരിക. അപ്പൊ താങ്ക് യു. സമയം ഒരുപാടായിട്ടുണ്ട്. താങ്ക് യു. ആർക്കെങ്കിലും ഇത് പറയാനുണ്ടെങ്കിൽ പറയാം. താങ്ക് യു. ഉണ്ടോ ആരെങ്കിലും ഉണ്ടോ? വന്നോളൂ. ഇവരാരെങ്കിലും വരുമോ? ശനിവന്ത് ഡ്യൂട്ടിയിലാണോ? പറഞ്ഞോളൂ. നല്ലൊരു ടോപ്പിക് ആയിരുന്നു സാർ. ഞാൻ ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കാണ്, വേറെ സ്ഥലത്താണ്, നെറ്റ് പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ മാറി നിൽക്കുന്നത്. അപ്പോ ഈ നല്ലൊരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സാന്നിധ്യം എപ്പോഴും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടുള്ള, അതായത് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നല്ലൊരു ശ്രദ്ധ വേണമെന്നുള്ളതാണ്. ആ ശ്രദ്ധ നമ്മൾ പല പ്രതികൂല സാഹചര്യത്തിൽ മാറിപ്പോകും, നമ്മൾ കയ്യിൽ നിന്ന് വിട്ടു. അപ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ഡിസ്ട്രാക്ഷൻസ് എല്ലാം വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളല്ല പറയാ, വിചാരിക്കുന്നതല്ല ചെയ്യുക. നമ്മുടെ പ്രോഡക്റ്റ് ക്വാളിറ്റി മോശമായി പോകും. നമ്മൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ അതിന്റെ ക്വാളിറ്റി മോശമായി പോകുന്നുള്ളതാണ്. അപ്പൊ അത് നമുക്ക് സാന്നിധ്യം നമുക്ക് കറക്റ്റായിട്ട് വരണമെന്നുണ്ടെങ്കിൽ നല്ല മനസ്സ് ശാന്തമായിരിക്കണം എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെഡിറ്റേഷനും അതുപോലെ തന്നെ ബ്രീത്തിങ് ടെക്നിക്കും ഒക്കെ ചെയ്യുന്നത്. നമ്മൾ ശാന്തമായിട്ട് കുറച്ച് വളരെ ഒരു ഭാഗത്തിരുന്ന് ശ്വാസം ശരിക്കും എടുക്കുമ്പോൾ തന്നെ മനസ്സ് ശാന്തമായി വരും. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും വളരെ കൃത്യതയോടുകൂടി ശ്രദ്ധയോടുകൂടി ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം മെഡിറ്റേഷന്, ഗൈഡഡ് മെഡിറ്റേഷൻ ആകുമ്പോൾ നമ്മൾ ഓരോ ഭാഗങ്ങളിലേക്കും ശ്രദ്ധ ഇങ്ങനെ പതുക്കെ പതുക്കെ കൊണ്ടുവന്ന് മനസ്സിനെ ഒരു ചെറിയ തോതിൽ മെരുക്കുക എന്നുള്ളതാണ്. വളരെ ചെറിയ തോതിലെങ്കിലും നമുക്കത് മെരുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നമുക്ക് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ശ്രദ്ധ ഒരു കാര്യത്തിലേക്ക് പതിപ്പിക്കാനും ലിവ് ഇൻ ദ പ്രസന്റ് മൂവ്മെന്റ്, അതായത് ആ നിമിഷത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഡിസ്ട്രാക്ഷൻസ് കുറയും. ആ ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. നല്ലൊരു ഡിസ്കഷൻ ആയിരുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു മനസ്സ്. ഗോപിക, വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, വൈൻഡപ്പ് ചെയ്യാം. 6:35 ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഡിസ്കഷൻ ചെയ്യാൻ വളരെ ഉഷാറായിട്ടുണ്ട്. മാക്സിമം എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിസാഖ് സർക്ക് പ്രത്യേകം താങ്ക്സ് പറയാണ് ഇത് കാര്യമായിട്ടൊക്കെ ഹാൻഡിൽ ചെയ്തതിന്.
എനിവേ താങ്ക് യു സോ മച്ച് ടു. അപ്പോൾ ഇതേപോലെ നമ്മൾ ഫീഡ്ബാക്ക് സെഷൻസിൽ നിങ്ങൾക്ക് ഇതേപോലെ ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനുള്ള സെഷൻസ് ആണ്. സോ നിങ്ങൾക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് മാക്സിമം എല്ലാവരും യൂട്ടിലൈസ് ചെയ്യുക. ഇത്തരം കാര്യങ്ങളാണല്ലോ നമ്മൾ ഇതിൽ നിന്നും പഠിക്കുന്നത്. അപ്പോൾ നമ്മളത് ഇവിടെ തന്നെ പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച് ടു ആൾ. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ലൊരു ദിനം ഞാൻ നേരുകയാണ്. എനിവേ താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവരും ഒന്ന് ലീവ് ചെയ്തോളൂ കേട്ടോ. താങ്ക് യു. താങ്ക് യു.